PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ഇതുവരെയും നിയമനം നടക്കാത്ത വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് വളപ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ ഇവരുടെ കാലാവധി തീരുന്നത് വരുന്ന ഏപ്രിൽ മാസം 19-ാം തീയതിയാണ്. ഇതിനോടകം 30% പോലും നിയമനം നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഉദ്യോഗാർത്ഥികൾ നിലവിൽ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഇപ്പോൾ ഈ അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ഒരു സമരത്തിലേക്ക് ഇന്നിപ്പോൾ തുടക്കമാണല്ലോ. അപ്പോൾ അനിശ്ചിതകാല സമരത്തിലേക്കാണ്, നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നടപടി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വേണ്ടപ്പെട്ട ആർക്കെങ്കിലും കത്ത് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? പരാതികളോ കത്തുകളോ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? പരാതികളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായിരുന്നു മറുപടി? എന്തായിരുന്നു മറുപടി? നോക്കാം, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഒഴിവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഇത്രയും കടുത്ത ചൂടിൽ പോലും ഇവർ ഈ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് സർക്കാരിനോടുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഇത്തരത്തിലൊരു നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമാണല്ലോ അല്ലേ സമരരംഗത്ത്? അതെ, ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഇനി ഞങ്ങൾക്ക് മുന്നിൽ വേറെ 20 ദിവസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഗർഭിണികളുണ്ട്, അമ്മമാരാണ്, കുഞ്ഞുങ്ങൾ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങളൊക്കെ എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇനി മുന്നോട്ട് എന്ത് എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ ഈ ഒരു വളരെ ചെറിയ ലിസ്റ്റാണിത്. ഞങ്ങൾ ഫിസിക്കൽ ചെയ്തു, എക്സാം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു കട്ട് ഓഫ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾക്കറിയില്ല ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നും അറിയില്ല. ഒഴിവുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്താണ് സർക്കാർ ഇതിലൊരു നിലപാട് കൈക്കൊള്ളാത്തത്? ഇതുവരെ ഉണ്ടായിരുന്ന ഒഴിവുകളല്ല ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും ഞങ്ങൾക്ക് വെറും വന്നിട്ടുള്ള 260 സംതിങ് മാത്രമേ വന്നിട്ടുള്ളൂ. പലപ്പോഴും പോലീസ് സേനയിൽ അംഗബലമില്ല എന്നൊരു റിപ്പോർട്ടുകൾ പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് ആഭ്യന്തര വകുപ്പിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടും ഈ CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ തഴയുന്നതുകൊണ്ട് കഴിഞ്ഞ തവണയും ഇതുപോലെ സമാനമായി സമരം ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരും റാങ്ക് ലിസ്റ്റിൽ നിന്ന് പിന്തള്ളപ്പെട്ടു. പിന്നെ കൃത്യസമയത്ത് നിയമനം നടക്കാത്തത് കൊണ്ടാണല്ലോ. സാർ, ഞങ്ങൾക്ക് ഓപ്പണായിട്ട് പറയണമെങ്കിൽ അറിയില്ല സാർ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അറിയാതെ 50-ഓളം വിദ്യാർത്ഥികൾ ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുക, ഞങ്ങളിനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും. ഞാനൊരു വണ്ടിയിലെ ഞാൻ രാത്രി ഉറക്കൊളിച്ച് പഠിച്ച് കിട്ടിയതാ. മക്കളെ ട്യൂഷനെടുത്തും എന്താ പറയാൻ അറിയില്ല സാർ. ഞങ്ങൾക്ക് വികാരം കൊണ്ട് ഞങ്ങൾ അങ്ങ് നിൽക്കുക. ഇത് ഗർഭിണികളുണ്ട്, ഞങ്ങൾ മരണം വരെ കിടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുന്നോട്ട് ഇനി എന്താണെന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ ഉദ്യോഗാർത്ഥികൾ പങ്കുവെക്കുന്നത് പോലെ തന്നെ ഈ പ്രധാനമായും അമ്മമാരും ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പുറത്ത് ഒരു നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് തുടക്കത്തിൽ തന്നെ അവർ കടന്നിരിക്കുന്നു. സർക്കാരിനോടുള്ള പ്രതിഷേധമാണ്. എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായി അവർക്കറിയില്ല. പലപ്പോഴും സർക്കാരിനോട് പരാതിപ്പെട്ടു, പക്ഷേ ഇതുവരെയും എന്തുകൊണ്ട് നിയമനം നടക്കുന്നില്ല അല്ലെങ്കിൽ നടത്തുന്നില്ല. പല ഉദ്യോഗാർത്ഥികളും കഷ്ടപ്പെട്ട് പഠിച്ചു വന്നവരാണ്. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ പല ട്യൂഷനെടുത്തും അല്ലെങ്കിൽ പല ആയമാരുടെ വരുന്നുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ജീവിതത്തിനെ തരണം ചെയ്യാൻ പല ജോലികളും ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. പക്ഷേ അപ്പോഴും സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ള ഒരു ചോദ്യമാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഉയർത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.